ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ പാർട്ട് 2 ആണല്ലേ. പാർട്ട് 1 എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഇൻറ്റേർണൽ കൺട്രോളിൽ നമ്മൾ എങ്ങനെ എത്തി എന്ന് പഠിച്ചല്ലേ. സെക്ഷൻ ഡിയിൽ നിന്നും BCAE. ഓക്കെ, അത് വെറുതെ നമ്മൾ എത്തിയതല്ല, അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇൻറ്റേർണൽ കൺട്രോൾ എങ്ങനെ കൺസീവ് ചെയ്യണമെന്ന് പറഞ്ഞു, അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞു പഠിക്കാനായിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത്. ഇതൊരു സെക്കൻഡ് പാർട്ടായിരിക്കും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ഇൻറ്റേർണൽ കൺട്രോൾ എന്തിനാണ് ഒരു കമ്പനിയിലെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ, എന്താണ് അതിൻ്റെ ആവശ്യകത. ഇനിയിപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം, ഉണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ വെറുതെ ഒന്ന് അസ്യൂം ചെയ്യുക. ABC എന്ന് പറയുന്നൊരു കമ്പനി. ഓക്കെ, ABC എന്ന് പറഞ്ഞൊരു കമ്പനി. ഇവിടെ 3 ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് വൺ രാഹുലി, സെക്കൻഡ് വൺ മീര ആൻഡ് തേർഡ് വൺ ജോൺ. ഓക്കെ, രാഹുൽ എന്ന് പറയുന്നത് ക്യാഷറാണ് ഇവിടുത്തെ ക്യാഷറാണ്. ഓക്കെ, മീര ഇവിടുത്തെ അക്കൗണ്ടൻ്റ് ആണ്, ജോൺ ഇവിടുത്തെ മാനേജറാണ്. ഓക്കെ, അപ്പോൾ 3 ആൾക്കാരെ പറഞ്ഞു, അവരുടെ പൊസിഷൻസും പറഞ്ഞു അല്ലേ, ക്യാഷർ, അക്കൗണ്ടൻറ്റ്, മാനേജർ. ഓക്കെ, ഇനി ഇവരെന്തൊക്കെ ജോലിയാണ് ഈ കമ്പനിയിൽ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. രാഹുലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡെയിലി ക്യാഷ് കളക്ട് ചെയ്യുക, അത് ഡെപ്പോസിറ്റ് ചെയ്യുക ബാങ്കിൽ കൊണ്ട്. ഇതാണ് രാഹുൽ ഡെയിലി ചെയ്യുന്ന രാഹുലിൻ്റെ ഡ്യൂട്ടി. മീര ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോബ് എന്തായിരിക്കും? ഡെയിലിയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ബുക്ക് കീപ്പിംഗ് അല്ലേ. ബുക്ക് കീപ്പിംഗ് ആണ് ആരുടെ ജോലി? മീരയുടെ ജോലി. ഓക്കെ, അപ്പോൾ മാനേജറായിട്ടുള്ള നമ്മുടെ ജോണിൻ്റെ ജോലി എന്തായിരിക്കും? ഇതൊക്കെ ഒന്ന് വീക്കിലി മോണിറ്റർ ചെയ്യുക. വീക്കിലി ഒന്ന് പരിശോധിക്കുക, എല്ലാത്തിലും ഒരു മേൽനോട്ടം വഹിക്കുക. അതാണ് നമ്മുടെ മാനേജറായ ജോണിൻ്റെ ജോലി, മോണിറ്ററിങ്. ഓക്കെ, അപ്പോൾ 3 പേരുടെ ജോലിയും പറഞ്ഞു, അവരെക്കുറിച്ചും പറഞ്ഞു അല്ലേ. അപ്പോൾ ജോൺ ഒരു ദിവസം, അതായത് ഒരു വീക്കെൻഡ് ആയപ്പോഴേക്കും ബാങ്കിൽ പോയി നോക്കുമ്പോഴേക്കും ബാങ്ക് ബാലൻസ് ആയിട്ട് 63,000 ഉണ്ട്. ബാങ്ക് ബാലൻസ് 63,000 ഉണ്ട്. ഓക്കെ, പക്ഷേ ജോൺ ക്യാഷ് ബുക്ക് പരിശോധിച്ചപ്പോഴേക്കും അവിടെ 70,000 ഉണ്ട്. 70,000 ക്യാഷ് ബുക്കിൽ. ഓക്കെ, അതായത് കമ്പനിയിലേക്ക് ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞ് 70,000 ക്യാഷ് ബുക്കിൽ ബാലൻസ് ഉണ്ട്. പക്ഷേ ബാങ്കിൽ പോയി നോക്കുമ്പോഴേക്കും 63,000, ഒരു 7,000 രൂപയുടെ മിസ് മാച്ച് അവിടെ ഉണ്ട്. ഒരു 7,000 രൂപയുടെ മിസ് മാച്ച്. ഓക്കെ, ബാക്കിലേക്ക് വരാം. ഇവർക്ക് ഡെയിലി ഒരു 10,000 ക്യാഷ് കളക്ഷൻ ഉണ്ട്. ഒരു 10,000 ക്യാഷ് കളക്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ 7 ദിവസമാണ് ഒരാഴ്ച. ഓക്കെ, അപ്പോൾ 70,000 ആണ് ഒരാഴ്ചയിൽ ടോട്ടൽ കളക്ഷനായിട്ട് വരുന്നത്. ഇത് കറക്റ്റായിട്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, പക്ഷേ ബാങ്കിൽ പോയി നോക്കുമ്പോഴേക്കും 63,000 ഉള്ളൂ. ഒരു 7,000 മിസ് മാച്ച്. എന്തായിരിക്കും അവിടുത്തെ റീസൺ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മിസ് മാച്ച് വരുന്നത്? ഇവിടെ രാഹുൽ ഒരു ഫ്രോഡ് നടത്തിയിട്ടുണ്ട് അല്ലേ. കാരണം ക്യാഷ് കളക്ട് ചെയ്തതും ക്യാഷ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതും ആരായിരുന്നു? രാഹുലായിരുന്നു. അപ്പോൾ രാഹുലിനോട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, എന്ത്? ഫ്രോഡ് നടത്താൻ. കാരണം ഡെയിലി, അതായത് ഈ 10,000 1,000 വെച്ച് ഡെയിലി രാഹുൽ അടിച്ചു മാറ്റും, സ്വന്തം പോക്കറ്റിലേക്ക് ഇടും. അപ്പോൾ എത്രയായി? ആ 7,000 അവിടെ കുറഞ്ഞു. അതാണ് ബാങ്ക് ബാലൻസ് 63,000 ആയത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇവിടെ രാഹുൽ ഫ്രോഡ് നടത്തിയത്? എന്തായിരുന്നു രാഹുലിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇവിടെ? കാരണം 2 ഡ്യൂട്ടി, അതായത് ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത 2 ഡ്യൂട്ടി രാഹുൽ ചെയ്തു അല്ലേ. അതായത് സെയിം പേഴ്സൺ തന്നെയായിരുന്നു ക്യാഷ് കളക്ട് ചെയ്തതും ക്യാഷ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതും. ഇത് ഒരാൾ തന്നെ ചെയ്യേണ്ട ജോലിയാണോ? അല്ല, ഇത് 2 പേര് ചെയ്യേണ്ട ജോലിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ജോൺ ഡെയിലി ഇത് മോണിറ്റർ ചെയ്തില്ല, ഡെയിലി ഇത് റിക്കൺസിൽ ചെയ്തില്ല. ജോൺ എപ്പോഴാണ് ഇത് നോക്കിയത്? വീക്കെൻഡ് ആയപ്പോഴാണ് ഇവിടെ നോക്കിയത് അല്ലേ. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു അവിടുത്തെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഫ്രോഡ് നടത്താനുള്ള കാരണങ്ങൾ അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടോ? ഈ ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ ഇല്ല. കാരണം എന്താ? ഇവിടെ ഒരു ഡ്യൂട്ടി സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഡ്യൂട്ടി സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. കാരണം രാഹുലിനെ കൊണ്ട് തന്നെ ക്യാഷ് കളക്റ്റും ചെയ്യിപ്പിച്ചു, ക്യാഷ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഡ്യൂട്ടി സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഡെയിലി റിക്കൺസിലിയേഷൻ ഇല്ല. ഓക്കെ, അതായത് ജോൺ ഒരു മാനേജറാണ്. ജോൺ ഡെയിലി ക്യാഷ് ബുക്കും ബാങ്ക് ബാലൻസും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെയിലി നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രോഡ് നടക്കുന്നുണ്ട്, 1,000 രൂപ കുറഞ്ഞിട്ടുണ്ട്, അത് അപ്പോൾ തന്നെ പിടിക്കാമായിരുന്നു അല്ലേ.
പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ജോൺ ഇത് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ചെയ്തില്ല. ഒന്ന്, ഡ്യൂട്ടി സെപ്പറേറ്റ് ചെയ്തില്ല. ജോൺ ഡെയിലി ബുക്കും ബാങ്കും തമ്മിൽ റെക്കൺസിൽ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇന്റേണൽ കൺട്രോൾ ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഈ കമ്പനിയിൽ ഇന്റേണൽ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അതായത് ഡ്യൂട്ടി സെപ്പറേറ്റ് ചെയ്യുക. ക്യാഷ് കളക്ട് ചെയ്യുന്നത് ഒരാളാകണം, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വേറൊരാളാകണം അല്ലേ? അപ്പോൾ ജോൺ അതുപോലെ തന്നെ ഡെയിലി വന്നിട്ട് റിക്കൺസിൽ ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പരിശോധിക്കണം ഡെയിലി ബേസിസിൽ അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കമ്പനിയിൽ ഇന്റേണൽ കൺട്രോൾ വേണം, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാവും. ഇതൊന്നും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്താ, ഇതുപോലത്തെ ഫ്രോഡ് ഇഷ്ടം പോലെ നടക്കും അല്ലേ? അപ്പോൾ ഇവിടെ 2 കാരണങ്ങളായിരുന്നു ഇന്റേണൽ കൺട്രോളിൽ ഇല്ലാത്തത് കൊണ്ട് ഫ്രോഡ് നടന്നത്. എന്തൊക്കെയായിരുന്നു? ആള് ഡ്യൂട്ടി സെപ്പറേറ്റ് ചെയ്തിട്ടില്ല അല്ലേ? അതായത് ഒരു ഡ്യൂട്ടി തന്നെയായിരുന്നു, 2 ഡ്യൂട്ടി ഒരാൾ തന്നെയായിരുന്നു ചെയ്തത് അല്ലേ? ക്യാഷ് കളക്ട് ചെയ്യുന്നതും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും രാഹുൽ തന്നെയായിരുന്നു. രണ്ടാമത്തെ എന്തായിരുന്നു? ജോൺ ഡെയിലി റിക്കൺസിൽ ചെയ്തില്ല, വീക്കിലിയാണ് പോയി ചെയ്തത്. അതുകൊണ്ട് ഒരാഴ്ചയുടെ അവസാനമാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഇന്റേണൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇന്റേണൽ കൺട്രോൾ ഒരു കമ്പനിയിൽ വേണമെന്ന് പറയുന്നതെന്ന്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഞാൻ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു എക്സാമ്പിളാണ്. പക്ഷേ എടാ അമേരിക്കയിൽ എൻറോൺ എന്ന് പറഞ്ഞൊരു കമ്പനി തകരാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ ഇന്റേണൽ കൺട്രോൾ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻറോണെ കുറിച്ച്, നമ്മുടെ ടെക്സ്റ്റിലും ചെറുതായിട്ട് പറയുന്നുണ്ട്. അതായത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് എൻറോണിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ പറയുക, ഒരു 1 ലൈൻ പോലെ എൻറോണിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അതായത് അവിടുത്തെ CFOയും CEO ഒക്കെ കൂടി അവരുടെ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചിട്ട്, ഇല്ലാത്ത പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. ഓക്കെ, അപ്പോൾ ഇത് അവിടുത്തെ ഒരു റിപ്പോർട്ടർ കണ്ടുപിടിക്കുകയും അത് പിന്നീട് വലിയ ഇഷ്യൂ ആയിട്ട് CFOനെയും CEOനെയൊക്കെ ജയിലിൽ കൊണ്ടടച്ചു. ഓക്കെ, അപ്പോൾ കുറേ വർഷം അവർ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചതാണ്. അപ്പോൾ അതുമൂലം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടെല്ലാം നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോളോ മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു എൻറോൺ തകരാൻ വേണ്ടി കാരണം. അപ്പോൾ എൻറോണിൻ്റെ തകർച്ചയുടെ ഭാഗമായിട്ടായിരുന്നു എല്ലാ പബ്ലിക് കമ്പനിയിലും ഇൻറ്റേർണൽ കൺട്രോൾ മാൻഡേറ്ററി ആയിട്ട് വേണമെന്ന് ഗവൺമെൻറ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്റേർണൽ കൺട്രോൾ ഒരു കമ്പനിയിലെ ആവശ്യകത. എൻറോൺ എന്ന് പറയുന്നത് റിയൽ ലൈഫ് എക്സാമ്പിളാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് 1 ലൈനായിട്ട് പറഞ്ഞതാണ്. എൻറോണിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എന്താ അവിടെ സംഭവിച്ചതെന്ന്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കും എൻറോണിൻ്റെ ഫുൾ സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് എന്തിനാണ് ഇൻറ്റേർണൽ കൺട്രോൾ ഒരു കമ്പനിയിൽ വേണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഇൻറ്റേർണൽ കൺട്രോൾ ഉടനീളം ഈ ഒരു സെക്ഷനിൽ എന്താ പഠിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് തരാം. ഞാനിതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നെന്ന് പറയാനായിട്ട്, ഈ ഇൻറ്റേർണൽ കൺട്രോളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കണമെങ്കിൽ, നടപ്പിലാക്കണമെങ്കിൽ അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കമ്പനിയിൽ കൃത്യമായിട്ടൊരു കോർപ്പറേറ്റ് ഗവർണൻസ് വേണം, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓരോ ആൾക്കാരിലും ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ കുറേ ഓഡിറ്റ് കമ്മിറ്റീസ് വേണം, വേറെ കുറേ കമ്മിറ്റീസൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ പിന്നിൽ ഒരു ബാക്ക് ആയിട്ട് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുകയെന്ന് പഠിക്കുക. അപ്പോൾ അത് ഇതിൻ്റെ പാർട്ട് 2 ആണ് അല്ലേ? പാർട്ട് 1 എന്തായിരുന്നു? ഇൻറ്റേർണൽ കൺട്രോളിലേക്ക് എത്താൻ വേണ്ടിയുള്ള നമ്മൾ കുറേ കാര്യങ്ങൾ ബിൽഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഗവർണൻസും അതുപോലെ ഓഡിറ്റ് കമ്മിറ്റിയും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ ചെയ്യുക, ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ നടപ്പിലാക്കുക. ദെൻ അടുത്തതായിട്ട് വരുന്നത് സിസ്റ്റം കൺട്രോൾ ആണ്, പാർട്ട് 3. അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആളുകളെ മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, മോണിറ്റർ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു അല്ലേ? സിസ്റ്റം കൺട്രോൾ നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ടെക്നോളജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ? കാരണം ഒരു കമ്പനിയിലെ ടെക്നോളജി എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. കാരണം ഡാറ്റാസ് ഒരു കമ്പനിയിൽ ഏറ്റവും വാല്യൂ ഉള്ളൊരു സാധനമായിരിക്കും ഡാറ്റ ബ്രീച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാറ്റയൊക്കെ മോഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഇഷ്യൂ ആവും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ടെക്നോളജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താ പറയുക ഒരു ഈവൻറ്റ് നടക്കുമ്പോഴേക്കും നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആവുന്നത്, അങ്ങനെ ഫെയിലിയർ ആവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, സൈബർ ക്രൈംസ് എന്തൊക്കെയുണ്ട്, ഈ സൈബർ ക്രൈംസിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം, അങ്ങനെ ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സിസ്റ്റം കൺട്രോളിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ 3 പാർട്ട്? ആദ്യം ഇൻറ്റേർണൽ കൺട്രോൾ നടപ്പിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്, കോർപ്പറേറ്റ് ഗവർണൻസും ഓഡിറ്റ് കമ്മിറ്റിയൊക്കെ പോലെ. അത് കഴിഞ്ഞ് ഇൻറ്റേർണൽ കൺട്രോൾ എങ്ങനെ വർക്കാക്കാം, എങ്ങനെ കറക്റ്റായിട്ട് നമുക്കൊരു കൊണ്ടുപോകാം, അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു പോർഷനെ പഠിക്കും. ദെൻ സിസ്റ്റം കൺട്രോൾ, നമ്മുടെ ടെക്നോളജീനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ
ഇതായിരുന്നു നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ പാർട്ട് 2. പാർട്ട് 1 എന്തായിരുന്നു പഠിച്ചത്? എങ്ങനെ ഇൻറ്റേർണൽ കൺട്രോളിനെ പഠിക്കാം, എങ്ങനെ അതിനെ കൺസീവ് ചെയ്യാം, എങ്ങനെ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോളിലേക്ക് എത്തി എന്ന് പഠിച്ചു അല്ലേ. പാർട്ട് 2 എന്താ പഠിച്ചത്? ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ആവശ്യകത എന്താണ് ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടെങ്കിലുള്ള ഗുണം അല്ലെങ്കിൽ ഇല്ലെങ്കിലുള്ള ദോഷം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ടോപ്പിക്കിലേക്ക് ഇറങ്ങുക. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് പറയും, അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതും പറയും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻറ്റേർണൽ കൺട്രോളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ്, ഓഡിറ്റ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ സീ യു സൂൺ.